ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് പ്രിയം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് വൈകുന്നേര കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഇന്ന് നമുക്കിവിടെ നല്ലൊരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു മഴ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കാണാം. എനിക്ക് കുറച്ച് ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കണ്ടിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് നാളായി കഴിച്ചിട്ട്. അപ്പോൾ നമുക്കിവിടെ അങ്ങനെയൊന്നും വലുതായിട്ട് കിട്ടാത്തൊരു സംഭവമാണ് ഈ ഒരു ചാമ്പയ്ക്കയൊക്കെ. അങ്ങനെ ആ ഒരു ഇഷ്ടം കൊണ്ട് വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ നാട്ടിലെ ആ ഒരു ചാമ്പയ്ക്കയുടെ ടേസ്റ്റൊന്നുമില്ല. ഇത് ശ്രീലങ്കൻ ചാമ്പയ്ക്കയാണ്. ഒരു ചെറിയൊരു ചവർപ്പാണ് ഇതിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഉപ്പിലിട്ടെടുക്കാം. അതിനായിട്ട് ഈ ഒരു ചാമ്പയ്ക്ക ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ചാമ്പയ്ക്ക ഒന്ന് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ടാക്കി എടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് വിനീഗറും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഗ്ലാസ് ബോട്ടിലിനകത്തോട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചാമ്പയ്ക്ക കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായിട്ടുള്ള ഒരു 4-5 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പയ്ക്ക ഉപ്പിലിട്ടത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉപ്പിലിട്ട് കഴിക്കുമ്പോൾ. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു റെഡ് ചാമ്പയല്ല, ഇത് വൈറ്റ് കളർ തന്നെയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ചാമ്പയ്ക്ക ഉണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പിലൊക്കെ ഇട്ട് വെച്ച് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്.